ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ സക്സസ് ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ലീഗ് ഓഫ് നേഷൻസ് എന്നുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഒരു സംഘടന, ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ സംഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം വിജയം തന്നെയായിരുന്നു. അതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയത്തിൻ്റെ പാരാമീറ്റർ, ഇത് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്യൂട്ടിനെ സെറ്റിൽ ചെയ്യുക, കോൺഫ്ലിക്റ്റ് പരിഹരിക്കുക, ആർബിട്രേഷനിലൂടെ എന്ത് ചെയ്യുകയാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലോകത്തിന് എൻ്റെ കാര്യങ്ങൾ ലോകത്തിന് ചെയ്തു കൊടുക്കുക, അത്തരത്തിലുള്ള ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ് അക്രോസ് ദ വേൾഡ് കൊണ്ടുവരിക, പ്രത്യേകിച്ച് അതിൽ മെമ്പർമാരായിട്ടുള്ള രാജ്യങ്ങളിൽ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എയിം. അതിൻ്റെ ഫിലോസഫി ഓഫ് ലീഗ് ഓഫ് നേഷൻസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. ദാറ്റ് ഈസ് ടു എൻഷുർ ദ പീസ് ആൻഡ് സെക്യൂരിറ്റി അക്രോസ് ദ വേൾഡ്, to prevent the second world war. That is the ultimate objective of the league of nations. Okay, to prevent the second world war. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ ടു അവോയ്ഡ് വാർസ് ബിറ്റ്വീൻ ദ പവേഴ്സ്. ഓക്കെ, അത് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ പവേഴ്സുകൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ലീഗ് ഓഫ് നേഷൻസ് ഇടപെട്ടിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ പിന്നെ ഡിസ്പ്യൂട്ട്സ് ആണ്, അതായത് ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ആണ്, ബോർഡർ ഡിസ്പ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഡിസ്പ്യൂട്ടിൽ ഇടപെട്ടിട്ടുണ്ട്, ലീഗ് ഓഫ് നേഷൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലീഗ് ഓഫ് നേഷൻസിൻ്റെ സക്സസ് അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ ഇടപെട്ടുകൊണ്ട് ഒത്തുതീർപ്പാക്കിയിട്ടുള്ള കുറച്ച് ഡിസ്പ്യൂട്ട്സ് അത് എവിടെയൊക്കെയാണ്, അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മളോട് ചോദിക്കുകയാണ് സക്സസ് ഓഫ് ദി ലീഗ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ആഡ് സം എക്സാമ്പിൾസ് or we should explain with the success of the league of nation with some എക്സാമ്പിൾസ്. ഓക്കെ, അതുകൊണ്ടാണ് എക്സാമ്പിൾസ് പറയുന്നത്. അപ്പം സക്സസ് എന്നുള്ള ആ ഒരു സംഭവം എന്താണെന്നുള്ളതാണ്, എങ്ങനെയാണ് സക്സസ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്ത് എന്താണ്, ടു പ്രിവെൻറ്റ് ദി സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ളതായിരുന്നു അതിൻ്റെ സക്സസ് എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ. പക്ഷെ പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പിന്നെ അത് പിന്നീട് നമുക്ക് ഫെയിലിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സക്സസിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, സക്സസ് എന്ന് പറയാനുള്ള ലീഗ് ഓഫ് നേഷൻ സക്സസ് ആയിരുന്നു എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, വി ക്യാൻ ഗോ ടു ദ സക്സസ് ഓഫ് ലീഗ് ഓഫ് നേഷൻസ് വിത്ത് സം എക്സാമ്പിൾസ്. The first example is Åland Island. Åland Island was belonged to the Finland in early 90s. Okay, no problem. But the other thing is that why actually there was a conflict issues between the Finland and Sweden. Okay, actually അവിടെയുള്ള മെജോറിറ്റി പീപ്പിൾ ആർ സ്വീഡിഷ് സ്പീക്കിംഗ് പീപ്പിൾ ആയിരുന്നു. ദെർഫോർ ദേ വാണ്ടഡ് ടു ബി ദ പാർട്ട് ഓഫ് സ്വീഡൻ. Then that demand rejected by the Finland, and that issue became the conflict between the Finland and Sweden. Okay, finally what happened, Sweden brought that issue to the league, and the league settled that issue. Then finally the Åland Island went to the Finland, and both accepted, both means Finland and Sweden accepted the decision of the League of Nations. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് League of Nations, that is the success of the League of Nations. They settled that issue. There is one question whether that settlement is justifiable or not. That is not a matter. Actually that decision both countries are accepted. Okay, that is the first one. In second one, Taschen ആണ് അതിൻ്റെ സ്പെല്ലിങ് TESCHEN ആണ്, ടാഷൻ. region was most wealthiest and industrialized ആണ്. ഓക്കെ, അവിടെ in 1919 violence erupted between Poland and Czechoslovakia.
Poland claimed a region as 50%, 55% of population was Polish. Czechoslovakia based the claim on historical argument. League arbitrated a dispute in 1920, splitting region between two countries, and neither country entirely satisfied. Both accepted nor fight ceased. Okay. One peculiarity of this region is most wealthiest and industrialized region ആണ്. അതുകൊണ്ട് തന്നെ പോളണ്ടിന് അതിനകത്ത് താല്പര്യമുണ്ട്, ചെക്കോസ്ലാവിയക്കും അതിനകത്ത് താല്പര്യമുണ്ട്. പോളണ്ടിൻ്റെ താല്പര്യം എന്താണ്? അവിടെ മെജോറിറ്റി ആളുകൾ ആരാണ്? 55% പീപ്പിൾ വേർ പോളണ്ട് ആയിരുന്നു. ബട്ട് ചെക്കോസ്ലാവാക്കിയ അവരുടെ ആർഗ്യുമെൻറ്റിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഹിസ്റ്റോറിക്കലായിട്ട് എന്താണ്, ചരിത്രപരമായിട്ട് അതിൻ്റെ മുകളിലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഡിസ്പ്യൂട്ട് കെയിം ടു ദ കോർട്ട് ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ഇൻ 1920. ഫൈനൽ സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് രണ്ട് പേർക്കും കൊടുത്തു. ബോത്ത് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് ഫൈനലി ദേ ആക്സെപ്റ്റഡ് ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഓർ ദി ഡിസിഷൻ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, ഇതാണ് ആ ഒരു ടാഷൻ്റെ വിഷയത്തിൽ ലീഗ് ഓഫ് നേഷൻ ചെയ്തത്. അതിന് സക്സസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് അപ്പർ സൈലേഷ്യ 1921. അവിടുത്തെ ജനങ്ങൾ അവർ തന്നെ എന്താണ്, ടു ബി പാർട്ട് ഓഫ് ജർമ്മനി ഓർ പോളണ്ട്. അവർ ജർമ്മനീൻ്റെ കൂടെ കൂടുന്നൊരു വിഭാഗം, പോളണ്ടിൻ്റെ കൂടെ പോകാനുള്ളൊരു ടീം. അങ്ങനെ രണ്ടായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാണ്, സ്വയം എന്ത് ചെയ്യാണ്, ഡിവൈഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു സീരിയസ് ആയിട്ടുള്ള റൈറ്റ്സ് ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യാണ്, ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, ലോക്കൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് പൊട്ടിപ്പുറപ്പെടുന്നു അല്ലേ. എന്നിട്ട് ആ ഇഷ്യൂ എന്താണ്, ലീഗ് എന്താണ് ഇൻവോൾവ് ആവുന്നു, ആ ഇഷ്യൂവിൽ ലീഗ് ഇടപെടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ലീഗ് ഫൈനലി ലീഗ് ഡിസൈഡ് ടു ഡിവൈഡ് ഏരിയ ബിറ്റ്വീൻ പോളണ്ട് ആൻഡ് ജർമ്മനി. അപ്പോൾ അപ്പർ സൈലേഷ്യ എന്നുള്ള പറയുന്ന ആ ഒരു ഏരിയയിൽ ജനങ്ങൾ ജർമ്മനീൻ്റെ കൂടെ പോകാനും പോളണ്ടിൻ്റെ കൂടെ പോകാനും ആഗ്രഹിച്ചു. ഓക്കെ, ബട്ട് ദാറ്റ് ലെഡ് ടു എ റൈറ്റ്സ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദോസ് പീപ്പിൾ. ഫൈനലി ദാറ്റ് ഇഷ്യൂ, ഫൈനലി ലീഗ് ഇൻവോൾവ്ഡ് ഓൺ ദാറ്റ് ഇഷ്യൂ. ദെൻ എന്ത് സംഭവിച്ചു, ലീഗ് ഡിവൈഡഡ് ബോത്ത് ഇൻ ടു പോളണ്ട് ആൻഡ് ജർമ്മനി. ഡിസിഷൻ എന്ത് ചെയ്യുന്നു, രണ്ട് പേര് എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. അതാണ് എന്താണ് അപ്പർ സൈലേഷ്യ എന്നുള്ള ആ ഒരു റീജിയനിലെ ഇഷ്യൂ, ആ ഒരു ഏരിയയിൽ എന്താണ് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് അങ്ങനെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മാമൽ ആണ്, MEMEL. മാമൽ, പോർട്ട് ഓഫ് മാമലിൻ്റെ മാമലും ആ സറൗണ്ടിങ് ഏരിയയും അണ്ടർ കൺട്രോൾ ഓഫ് ലീഗ് ഓഫ് നേഷൻ ആയിരുന്നു ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി വേൾഡ് വാർ ഫസ്റ്റ്. അപ്പം അതിലേക്ക് വേൾഡ് വാറിന് ശേഷം മേമൽ പോർട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ലീഗ് ആയിരുന്നു. അതിന് കൺട്രോൾ കിട്ടാൻ കാരണം ട്രീറ്റി ഓഫ് വേഴ്സാലിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ലുധിയാനിയൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലുധിയാൻ പോപ്പുലേഷൻ എന്താണ്, ലുധിയാൻ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ആ ടെറിറ്ററി ഇൻവേർഡ് ചെയ്യുകയും, അതായത് പിടിച്ചെടുക്കുകയും അതിൻ്റെ മുകളിൽ ക്ലെയിം, അതായത് അത് അവരുടേതാണെന്നുള്ളൊരു വാദം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്ത് ചെയ്തു, അങ്ങനെ പോർട്ട് ആൻഡ് സറൗണ്ടിങ് വുഡ് ബിലോങ് ടു ലുധിയാന. അങ്ങനെ ലീഗ് എന്ത് ചെയ്തു, ഒരു തീരുമാനത്തിലേക്ക് എത്തി. പോർട്ടും അതിൻ്റെ സറൗണ്ടിങ് ഏരിയ എന്താണ്, ലുധിയാനയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ മേമൽ എന്താണ്, ആ ഒരു മേമൽ എന്നുള്ള സ്ഥലം എന്താണ്, ഇറ്റ്സെൽഫ് എന്താണ്, ഇൻ്റർനാഷണൽ സോണായി മാറി. ഓക്കെ, ലുധിയാനയെ എന്ത് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്തു. അതായിരുന്നു അവിടെ നടന്നൊരു തീരുമാനം. അത് ചുരുക്കത്തിൽ എന്താണ്, മേമൽ എന്നുള്ള പോർട്ടും ആ സറൗണ്ടിങ് ഏരിയയും ലീഗ് ഓഫ് നേഷൻ്റെ കയ്യിലായിരുന്നു. പിന്നീട് അവിടുത്തെ ലുധിയാനിയൻ ഗവൺമെൻറ് എന്താണ്, അവിടെ കൂടുതലും മോസ്റ്റ്ലി എന്താണ് ലുധിയാനിയനാണ്, അതായത് ലുധിയാനിയൻ പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ലുധിയാനിയൻ പീപ്പിൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ ഇൻവൈഡ് ചെയ്യുകയും അത് കൈവശപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു ഇഷ്യൂവിലേക്ക് എന്താണ്, ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ആരിടപെടാണ്, ലീഗ് ഇടപെടുകയും ലീഗ് എന്ത് ചെയ്യുന്നു, തീരുമാനത്തിലേക്ക് പോർട്ടും അതിൻ്റെ സറൗണ്ടിങ് ഏരിയയും ആർക്ക് കൊടുത്തു, ലുധിയാനിയൻ ഗവൺമെൻറ്റിന്, ലുധിയാനക്ക് കൊടുത്തു. പക്ഷേ മേമൽ എന്നുള്ള ആ സ്ഥലം എന്ത് ചെയ്തു, അത് ഇൻ്റർനാഷണൽ സോണായിട്ട് പ്രഖ്യാപിക്കുകയും അത് ലുധിയാന ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു മേമൽ എന്ന പോർട്ട് സിറ്റിയിലുള്ള, അല്ലെങ്കിൽ പോർട്ട് പ്രശ്നം എന്താണ്
ലീഗ് ഓഫ് നേഷൻ പരിഹരിച്ചത്. ഓക്കെ, അടുത്തത് സാറാണ്. SAAR, സാർ. സാർ വാസ് പ്ലേസ്ഡ് അണ്ടർ ലീഗ് കൺട്രോൾ ആഫ്റ്റർ ട്രീറ്റി ഓഫ് വേഴ്സാലിയാണ്. അപ്പം സാർ എന്നുള്ള റീജിയൻ എന്ത് ചെയ്യാണ്, ലീഗിൻ്റെ കൺട്രോളിൽ വരികയാണ് ട്രീറ്റി ഓഫ് വേഴ്സാലിക്ക് ശേഷം. അങ്ങനെ അവിടെ ഒരു പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടെടുപ്പ് നടത്തുകയാണ്. അതായത് ഈ റീജിയണ് ജർമ്മനിക്ക് വേണോ ഫ്രാൻസിന് വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയും അവിടുത്തെ ആളുകൾ അതിനു വേണ്ടി കുറേ ആളുകൾ ജർമ്മനിൻ്റെ കൂടെ പോകണമെന്നും കുറേ ആളുകൾ ഫ്രാൻസിൻ്റെ കൂടെ പോകണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് മുന്നോട്ട് വന്നു. അതോ അങ്ങനെ ഉണ്ടായപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു വോട്ടെടുപ്പ് നടത്തി. ആ വോട്ടെടുപ്പിൽ 90.3% വോട്ട് കാസ്റ്റ് ചെയ്തത് ആർക്ക് അനുകൂലമായിട്ടായിരുന്നു? ജർമ്മനിയുടെ കൂടെ പോകുക എന്നുള്ള ഒരു അനുകൂല വോട്ടെടുപ്പാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലി ഇറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് ജർമ്മനി അഗെയിൻ. അതായത് അത് ഓൾറെഡി ജർമ്മനിയുടെ ഒരു ഭാഗമായിരുന്നു. ബിഫോർ ലീഗ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ലീഗ് ട്രീറ്റി ഓഫ് വേഴ്സാലിൻ്റെ ഭാഗമായിട്ട് ലീഗ് അത് ഏറ്റെടുത്തു. കാരണം ജർമ്മനി പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷം ജർമ്മനി ആയിരുന്നു അത് കൈകാര്യം, അതിനുശേഷം ലീഗ് ഓഫ് നേഷൻ ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ആ റീജിയൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ. പിന്നീട് ആളുകൾക്കിടയിൽ ജർമ്മനിൻ്റെ കൂടെ പോകണോ ഫ്രാൻസിൻ്റെ കൂടെ പോകണോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുകയും പ്ലബിസൈറ്റ് അറിയാലോ, പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിലുണ്ടാകുന്ന വോട്ടെടുപ്പാണ്. ആ വോട്ടെടുപ്പാണ് എന്ത് ചെയ്ത് നടപ്പിലായത്. 90.3% എന്താണ് ആളുകൾ ജർമ്മനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ജർമ്മനിയിലേക്ക് ആ ഒരു പോർട്ട് പോവുക ആ ഒരു ഏരിയ സാർ എന്നുള്ള റീജിയൻ എന്ത് ചെയ്യാണ് അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മൊസൂളാണ്. MOSUL, മൊസൂൾ നമുക്കറിയാം. മൊസൂൾ ഒരു ഫേമസ് പ്ലേസ് ആണ് മിഡിൽ ഈസ്റ്റിൽ. ഇപ്പോഴത്തെ ഇറാഖിൻ്റെ പ്രദേശമാണ് മൊസൂൾ അല്ലേ. അപ്പം മൊസൂൾ റീജിയൻ ഹാഡ് ബീൻ പാർട്ട് ഓഫ് ടർക്കിഷ് എംപയർ അണ്ടിൽ 1918. അതായത് 1918 വരെ എന്താണ് മൊസൂൾ ടർക്കിഷിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ പാരീസ് പീസ് സെറ്റിൽമെൻറ്റ് ഭാഗമായിട്ട് എന്ത് ചെയ്തു, മൊസൂൾ ബിക്കെയിം പാർട്ട് ഓഫ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ഇറാഖ്. അതായത് ഇറാഖിൻ്റെ മാൻഡേറ്റ് ബ്രിട്ടീഷിൻ്റെ കയ്യിൽ വന്നപ്പോൾ മൊസൂൾ എന്താണ്, ഓഫ് കോഴ്സ് എന്താണ്, മൊസൂൾ എന്ത് ചെയ്യും, ആരെ കൺട്രോളായി, ബ്രിട്ടൻ്റെ കൺട്രോളായി. പക്ഷേ ടർക്കി അത് 1918 വരെ ടർക്കിയുടെ എംപയറിൻ്റെ ഭാഗമായതിൻ്റെ ടർക്കിഷ് എംപയറിൻ്റെ ഭാഗമായതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അതിൻ്റെ മുകളിൽ കൺട്രോൾ ഡിമാൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അധികാരമുണ്ടെന്ന് അവർ സ്ഥാപിച്ചെടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, ലീഗ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഇടപെടുന്നു. ദാറ്റ് ഇഷ്യൂ ബ്രോട്ട് ടു ദ ലീഗ്. ദെൻ ഫൈനലി എന്താണ്, ലീഗ് ടുക്ക് എ ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് ഇറാഖ്. അങ്ങനെ ആഫ്റ്റർ റീച്ചിങ് എഗ്രിമെൻറ്റ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, അത് കിട്ടുന്നു, ബ്രിട്ടൻ്റെ മാൻഡേറ്റിലേക്ക് വരുന്നു. ടർക്ക് എന്താണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മൊസൂളിൻ്റെ ഒരു സക്സസ് ഓഫ് ലീഗ് ഓഫ് നേഷൻ ഇൻ മൊസൂൾ കോൺഫ്ലിക്റ്റ് അല്ലെ, മൊസൂൾ ഇഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് യുഗോസ്ലാവിയ അൽബേനിയ ബോർഡർ ഡിസ്പ്യൂട്ട് 1921 ലീഗ് എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യാണ്. യുഗോസ്ലാവിയയുടെ ട്രൂപ്സ് എൻ്റേഡ് അൽബേനിയൻ ടെറിട്ടറിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് ലീഗ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു പ്രശ്നം രൂക്ഷമായപ്പം ലീഗ് ഒരു കമ്മീഷൻ എന്ത് ചെയ്തു, മേഡപ്പ് ചെയ്തു. അതിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി ആൻഡ് ജാപ്പാൻ ടു ജഡ്ജ് കോസ് ഓഫ് ഡിസഗ്രിമെൻറ്റ്. അതായത് എന്താണ് കാരണങ്ങൾ, ഇവർ തമ്മിലുള്ള അൽബേനിയ യുഗോസ്ലാവിയൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ലീഗ് എന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷൻ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് ലീഗ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ലീഗ് എന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷൻ വെക്കുന്നു. ഡെഫിനറ്റ്ലി കമ്മീഷൻ മെമ്പർമാർക്ക് മേ ബി ചിലപ്പം ദേ ഹാവ് എ സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. എന്നിരുന്നാലും കമ്മീഷൻ വെച്ചു. കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം എന്താണ്, ലീഗ് എന്ത് ചെയ്യുന്നു, അൽബേനിയയാണ് ശരി, അല്ലെ അൽബേനിയക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. എന്താണ്, അവിടുന്ന് ട്രൂപ്പിനെ വിഡ്രോ ചെയ്യുക, അതായത് ട്രൂപ്പിനെ അവിടുന്ന് എന്ത് ചെയ്യുക, എവാക്യുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക എന്നുള്ള തീരുമാനം എന്ത് ചെയ്യുന്നു, ലീഗ് ഓഫ് നേഷൻ യുഗോസ്ലാവിയയെ അറിയിക്കുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് യുഗോസ്ലാവിയക്ക് അതൊരു ഭയങ്കര ബിറ്റർ ഇഷ്യൂസായി. അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. ബട്ട് ദേ ഡു നോട്ട് ഹാവ് എൻ ആൾട്ടർനേറ്റീവ് ടു ഓൺലി ദേ ആക്സെപ്റ്റ് ദി decision of the League of Nations. Okay, because of that League of Nations decision bound by the recommendation of the commissions which is constituted by Britain, France, Italy and Japan. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അൽബേനിയ യുഗോസ്ലാവിയ ഇഷ്യൂ അവിടെ എന്ത് ചെയ്യാണ്, പരിഹരിക്കപ്പെടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രീസ് ബൾഗേറിയ ബോർഡർ ഡിസ്പ്യൂട്ടാണ്.
ഈ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഗ്രീസ് ഇൻവേർഡ് ബൾഗേറിയ ദാറ്റ് മാറ്റർ റെഫർ ടു ലീഗ്, ആ ഒരു ഇഷ്യൂ എന്താണ് ലീഗിലേക്ക് റെഫർ ചെയ്യപ്പെടുകയും അതിൻ്റെ ആ റെഫർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താണ് ബൾഗേറിയ അതിൻ്റെ ട്രൂപ്സിനോട് എന്ത് ചെയ്യാണ് ടോക്കൺ റെസിസ്റ്റൻസ് ടു അവോയ്ഡ് ബിഗർ പ്രോബ്ലംസ് എന്നാണ്. അതായത് ജസ്റ്റ് ഒരു ഡിഫെൻഡായിട്ട് നിൽക്കുക അല്ലേ, ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കാതെ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറയണം. അത് നമ്മൾ മാറ്റർ അല്ല. അങ്ങനെ ബൾഗേറിയ ഹാഡ് ഫെയ്ത്ത് ഇൻ ലീഗിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾഗേറിയ വെയിറ്റഡ് ഫോർ ദി ഡിസിഷൻ ഓഫ് ലീഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലീഗ് കണ്ടംഡ് ഇൻവേഷൻ ഓഫ് ഗ്രീസ് ആൻഡ് ലീഗ് കോൾഡ് ഗ്രീസ് ടു വിഡ്രോ ആൻഡ് പേ കോമ്പൻസേഷൻ ടു ബൾഗേറിയ. ബൾഗേറിയക്ക് എന്താണ് ബൾഗേറിയയുടെ ഇൻവേഷൻ എന്താണ് പിന്നെ നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ട്രൂപ്സിനെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്രീസിനോട് ലീഗ് ഓഫ് നേഷൻ എന്ത് ചെയ്യണം ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അതിൻ്റോടൊപ്പം തന്നെ എന്താണ് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ബൾഗേറിയക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അവസാനം ഗ്രീസ് കോംപ്ലൈഡ് ടു ലീഗിൻ്റെ ഡിസിഷൻ എന്ത് ചെയ്യാണ് ഗ്രീസ് എന്ത് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യാണ്. It indicates the success of the League of Nations on the issue of Greece and Bulgaria border dispute. Finally, League succeeded. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ലെവൽ. ഓക്കെ, ഗ്രീസ് ബൾഗേറിയ ബോർഡർ ഡിസ്പ്യൂട്ടിൽ ലീഗിൻ്റെ ഇടപെടലുകൾ. ഓക്കെ, ലീഗ് മീൻസ് ലീഗ് ഓഫ് നേഷൻസ് ആട്ടോ. ഉള്ളത് അതർ സക്സസ് ഓഫ് ലീഗ് ഓഫ് നേഷൻ ആണ്. അപ്പോൾ അതിൽ ഒന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. അപ്പോൾ ലീഗാണ്, അത് ലീഗ് ഓഫ് നേഷൻ ആണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിച്ചത് 1990. അതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് മാക്സിമം വർക്കിംഗ് ഡേയ്സ് ആൻഡ് മിനിമം വേജസ്. അതേമാതിരി അതായത് ഒരാഴ്ചയിലുള്ള വർക്കിനെ തീരുമാനിക്കുക, അതൊരു മിനിമം വേജൊക്കെ ഡിറ്റർമൈൻ ചെയ്യുക. അതേമാതിരി ഓൾഡ് ഏജ് പെൻഷനൊക്കെ എന്താണ് വർക്കേഴ്സിന് നൽകുക. അതേമാതിരി വെൽഫെയർ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് വർക്കേഴ്സിന് എന്ത് ചെയ്യുക നൽകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ആണ് 1919 ആര് സ്ഥാപിച്ചത് ലീഗ് ഓഫ് നേഷൻ സ്ഥാപിച്ചത്. ഓക്കെ, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു റെഫ്യൂജി ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് എന്താണ് പലായനം ചെയ്യുന്ന ആളുകളാണ് റെഫ്യൂജി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത് റെഫ്യൂജി ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ് ലീഗ് ഓഫ് നേഷൻ എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാണ്. അതെന്തിനാ വെച്ചാൽ അതായത് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പുറത്തുള്ള ആളുകളെ സഹായിക്കുക, ജയിലടക്കപ്പെട്ട ആളുകളെ സഹായിച്ചു. അതേമാതിരി നാസി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക പുറത്തേക്ക് പോയ ജൂസിന് സെറ്റിൽ ചെയ്യുക. അവരൊരുപാട് ആളുകൾ നമുക്കറിയാം, നമ്മൾ മട്ടാഞ്ചേരിയിലൊക്കെ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ സെറ്റിൽ ചെയ്യുക, അങ്ങനത്തെ അവർക്ക് സേഫ് നൽകുക എന്നൊക്കെ ഉള്ളതാണ് ഈ റെഫ്യൂജി ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു സംഭവമായിരുന്നു. ഇന്ന് ലോകത്ത് ഇന്നും എന്തുണ്ട് ഒരുപാട് കോടിക്കണക്കിന് റെഫ്യൂജീസ് ഉണ്ട്. ഇന്നും ഓരോ വ്യക്തിയും റെഫ്യൂജിയായി മാറുന്നൊരു സാഹചര്യമാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഒരു ലക്ഷ്യങ്ങൾ. അടുത്തത് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ലക്ഷ്യം. നമുക്കറിയാം നമ്മളിപ്പോഴും നമ്മൾ ഈ COVID-19 വന്നപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോളൊക്കെ UNOയുടെ ഏതാണ് അല്ലേ, UNOയുടെ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെതാണ്. അതുപോലെ അന്ന് ലീഗ് ഓഫ് നേഷൻ അങ്ങനെ ഒരു ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ ഈ സാംക്രമിക രോഗങ്ങൾ, അതായത് പടർന്ന് പന്തലിക്കുന്ന അല്ലെങ്കിൽ ട്രാവലിംഗ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, സ്പ്രെഡിങ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അല്ലേ, ക്രോസ് ബോർഡർ ഡിസീസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ തടയുക എന്നുള്ളതാണ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ലക്ഷ്യം. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി ഈ ടൈഫസ് എപ്പിഡമിക് ഉണ്ട്, അതായത് റഷ്യയിലുണ്ടായിരുന്ന ഒരു ടൈഫസ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ പനി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മലയാളം. ഓക്കെ, അത് യൂറോപ്പിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാതൊക്കെ തടയാനൊക്കെ ആർക്ക് കഴിഞ്ഞു, ഹെൽത്ത് ഓർഗനൈസേഷൻ ത്രൂ ലീഗ് ഓഫ് നേഷൻ വഴി കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് മേഖലയിലുള്ള ഒരു സ്ട്രക്ചർ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നാലാമത്തത് മാൻഡേറ്റ്സ് കമ്മീഷനാണ്.
അത് മാൻഡേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയപ്പെടുന്ന, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെയും ഓട്ടോമൻ എംപയറിൻ്റെയൊക്കെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ, പ്രദേശങ്ങളൊക്കെ അവിടെ നല്ല രൂപത്തിൽ ഭരണം നടത്താനും അവിടുത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ലീഗ് എന്ത് ചെയ്യുന്നു, പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച വിജയികൾക്ക് ഈ രാജ്യങ്ങൾ ഒരു മാൻഡേറ്റ് പവറായിട്ട് നൽകുന്നു അണ്ടർ ഇറ്റ്സ് സൂപ്പർവിഷൻ. അതാണ്. അപ്പോൾ അങ്ങനത്തെ കമ്മീഷനൊക്കെ എന്താണ്, അതിന് വേണ്ടിയിട്ട് കമ്മീഷനൊക്കെ എന്താണ് അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സക്സസ്, അതായത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ദി റെഫ്യൂജി ഓർഗനൈസേഷൻ, ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് മാൻഡേറ്റ്സ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സക്സസ് ആണ് ആരുടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സക്സസ് ആണ് ആരെ, UNO, സോറി, ലീഗ് ഓഫ് നേഷൻ്റെ. മനസ്സിലായില്ല? അപ്പം ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എന്ത് ചെയ്യാണ്, ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്ത് ലീഗ് ഓഫ് നേഷൻ്റെ വലിയൊരു വിജയം. ഓക്കെ. അതുപോലെ ദി ലീഗ് ഓഫ് നേഷൻ ഓൾസോ വർക്ക്ഡ് ടു കോമ്പാറ്റ് ദി ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ ഓപ്പിയം ആൻഡ് സെക്സ്വൽ സ്ലേവറി. എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ട്, അതായത് ഓപ്പിയം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തടയുക. സെക്ഷൽ സ്ലേവറി, അതായത് അടിമ ലൈംഗിക തൊഴിലാളി അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു വിഭാഗത്തേക്ക് തടയുക. ഏകദേശം 2 lakhs സ്ലേവ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഗ് ഓഫ് നേഷൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, അതിന് അവരെ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി റെഫ്യൂജികൾ, വാർ റെഫ്യൂജികളൊക്കെ എന്താണ് 500,000 പ്രിസണേഴ്സിനൊക്കെ അങ്ങനെ റെഫ്യൂജികളാക്കി തടഞ്ഞു നിന്ന ആളുകളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുർക്കിയിലുള്ള സമയത്തൊക്കെ 1926 ഓക്കെ. പെർട്ടിക്കുലർലി തുർക്കിയിലൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ്, അതായത് ഈ റെഫ്യൂജിനൊക്കെ എന്താണ് പിന്നെ റീപാട്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ അയക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്, ദി ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു നാൻസൻസ് പാസ്പോർട്ട്, അതായത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? റെഫ്യൂജീസിന് വേണ്ടിയിട്ട്. ഓക്കെ. അതായത് റെഫ്യൂജി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് പീപ്പിളാണ്. എങ്ങനെ അവർ സ്റ്റേറ്റ്ലെസ് പീപ്പിളായെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് എത്നിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ഒരു വിഭാഗത്തെ ഇല്ലാണ്ടാക്കുക, അതുപോലെ മറ്റ് എക്സ്റ്റേണൽ വാർ, എക്സ്റ്റേണൽ ഇൻ്റർവെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്ന പിന്നെ അതാണ് റെഫ്യൂജി. അങ്ങനെയാണ് റെഫ്യൂജികൾ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ അവർക്കൊരു നാൻസൺ പാസ്പോർട്ടൊക്കെ എന്താണ് പിന്നെ UNO എന്ത് ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നു. അതിന് വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻ എന്നാണ് വേരിയസ് ഏജൻസീസ് ആൻഡ് കമ്മീഷനൊക്കെ റെഫ്യൂജീസ് വേണ്ടി. കാരണം ആ സമയത്തൊക്കെ ഒത്തിരി യുദ്ധങ്ങളും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളും എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻസും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന്, അല്ലെ നാസി കോൺഫ്ലിക്ട്സ് നമുക്കറിയാം, നാഷിയുടെ എത്നിക് ക്ലെൻസിങ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നാൻസൺ പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്ത്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പാസ്പോർട്ട് ടു ദ റെഫ്യൂജീസ്. The people can identify that particular refugees, okay, with the Nansen passport. ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് എന്താണ് അവർ ലീഗ് ഓഫ് നേഷൻ. അപ്പം ചുരുക്കത്തിൽ ഒരു പല മേഖലകളിലും ലീഗ് ഓഫ് നേഷൻ ഇടപെട്ടു. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബോർഡർ ഇഷ്യൂസ് ആയിരുന്നു, അല്ലേ? ബോർഡർ ഇഷ്യൂസ്, ആ ഇഷ്യൂസുകളിലൊക്കെ ഇടപെടുകയും കുറേ ഇഷ്യൂസുകൾ എന്തായിട്ടുണ്ട്, ലീഗ് ഓഫ് നേഷൻസ് പരിഹരിച്ചു. അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് എന്താണ് കോസസ് ഓഫ് ഫെയിലിയറിലേക്ക് വരുമ്പോൾ പറയാം. കാരണം പരിഹരിച്ചു, പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്തു, അത് ആ ഒരു പരിഹാരം ഒരു പെർമനൻ്റ് പരിഹാരമായില്ലായിരുന്നു. വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ പല രാജ്യങ്ങൾ തമ്മിൽ ഉടലെടുക്കുകയും പല രാജ്യങ്ങളും UNOയിൽ നിന്ന് ലീഗ് ഓഫ് നേഷനിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയും അവരുടെ താല്പര്യങ്ങൾക്ക് എതിരാവുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ലീഗ് ഓഫ് നേഷൻ്റെ പരാജയത്തിലേക്ക് എത്തുന്നതും. ആ പരാജയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നത്, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുകളിൽ ചർച്ച ചെയ്യപ്പെടുമ്പം നമ്മൾ വിജയിച്ചു എന്ന് പറയുന്ന അതേ സംഭവങ്ങൾ ഒരു താൽക്കാലിക വിജയം മാത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കോസസ് ഓഫ് ഫെയിലിയറിൽ പറയേണ്ടത്. അത് ഒരു താൽക്കാലിക വിജയമാവുകയും പിന്നീട് ആ പ്രശ്നങ്ങൾ വീണ്ടും റീ എമർജ് ചെയ്യുകയും ഇഷ്യൂസ് വീണ്ടും ഉണ്ടാവുകയും അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ കോസസ് ഓഫ് ഫെയിലിയറിൽ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ കോസസ് ഓഫ് ഫെയിലിയർ ആണ്. കുറച്ച് ഫെയിലിയറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ. ലൈക്ക് സക്സസ് പാർട്ട് നമ്മൾ കൈകാര്യം ചെയ്തതുപോലെ ഫെയിലിയർ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ.